അപ്പോൾ നമുക്കിടയിൽ ഇപ്പോൾ മിക്കവരും യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോണാണ്. അപ്പോൾ ഐഫോണിൻ്റെ ഈ ഒരു സ്റ്റോറേജ് പ്രോബ്ലം കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ട്, ഞാനടക്കം ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് നമുക്ക് 3 വഴികൾ വന്നിട്ടുണ്ട്. ആ 3 വഴിയോടെ നിങ്ങളുടെ സ്റ്റോറേജ് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, നോ ഹാങ് നോ. അപ്പോൾ ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ജനറൽ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് താഴെ നമ്മുടെ ഒരുപാട് ആപ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്സിൻ്റെ സൈസ് നമുക്ക് സിമിലറായിട്ട് ചെറിയൊരു സൈസ് ഉണ്ടാവുള്ളൂ. പക്ഷേ അതിലെ ഡാറ്റാസും ഫയൽസിൻ്റെയൊക്കെ സൈസ് നമുക്ക് അധികമായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആപ്പ് സൈസ് കാണാൻ പറ്റും. ആപ്പ് സൈസ് 658 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഓഫ് ലോഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ഒന്നും കൂടെ പുതിയതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റോറേജും ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ മിക്ക ആപ്സും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വാട്സപ്പ് എടുക്കുമ്പോഴും യൂട്യൂബ് എടുക്കുമ്പോഴും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആപ്പ് സൈസ് കുറവായിരിക്കും, എന്നാൽ ഡോക്യുമെൻ്റ് ആൻഡ് ഡാറ്റ സൈസ് വളരെ അധികമായിരിക്കും. അപ്പോൾ എല്ലാ ആപ്സും നിങ്ങൾ ഇതുപോലെ റീഇൻസ്റ്റാൾ ആക്കി ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് വാട്സപ്പ്. അപ്പോൾ നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും ലാർജർ ദാൻ 5 MB എന്ന് പറയുന്ന ഒരു ഇതോടെ തന്നെ 558 MB എന്ന് പറയും. ഇത് എൻ്റെ 558 ഉള്ളെങ്കിലും നിങ്ങളുടെ ചിലപ്പോൾ GB ഉണ്ടാവുക. അതായത് നമ്മൾക്ക് വാട്സപ്പിൽ ഓട്ടോ ഡൗൺലോഡ് ആയി കിടക്കുന്ന മീഡിയാസ് എല്ലാം ഇവിടെ ഉണ്ടാകും. നമ്മൾ ഗാലറി പോലും ചിലപ്പോൾ വരില്ല. പക്ഷേ നമ്മൾ വാട്സപ്പിൽ തന്നെ അത് സ്റ്റക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സ് എടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ താഴെ കാണാൻ പറ്റും ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആപ്സിൽ നിങ്ങൾ സഫാരി എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആപ്പിൻ്റെയോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സഫാരി നമുക്ക് കാണാൻ പറ്റും. സഫാരി ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിലും നമ്മളുടെ ഒരുപാട് ഡാറ്റാസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഓൾ ഹിസ്റ്ററി ആക്കുക, ക്ലിയർ ഓൾ ടാബ്സ് ആക്കുക. അപ്പോൾ എൻ്റെ ഉണ്ടല്ലോ 291 ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ നല്ലോണം സ്റ്റോറേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ക്ലിയർ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ലഭിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസും അതുപോലെ തന്നെ ഒരേപോലത്തെ ഇമേജസും ആയിട്ട് കുറേ ഇമേജസ് കാണാം. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഡിലീറ്റ് സെക്ഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം പറയണ്ട, ചിലർക്ക് അറിയാം, അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഐഫോണിൻ്റെ ക്യാമറ സെറ്റിംഗ്സ് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് വെക്കാം എന്നുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ തരാം.